ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി സിപിഐഎം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. മിക്കയിടങ്ങളിലും സുരക്ഷാസേന ഉണ്ടായില്ലെന്നും ബൂത്തുകളിൽ അട്ടിമറി നടന്നുവെന്നും യെച്ചൂരി പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. And secondly, on the 18th is the second seat in Tripura that will go for polling. None of this should be repeated. And that is what we have requested the Election Commission. And about Bengal, the first phase of the voting, the two constituencies that went to polls, similar experience. Candidates are beaten up. His car was destroyed twice. And the police was just standing around. So if this is the state of the Indian democracy, we were telling the Election Commission, people have faith in you, Constitution has given you and only you the authority to conduct a free and fair poll. If that is failed... ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ത്രിപുര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി ഇപ്പോൾ സിപിഐഎം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും യെച്ചൂരി ഈ ഒരു നടപടിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? നസ്യ, അല്പം മുന്നെയാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 11-നാണ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലെ ഒരു മണ്ഡലത്തിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നു. അതുപോലെ തന്നെ സിപിഎമ്മിന്റെ പാർട്ടി ബൂത്ത് ഏജന്റുമാരെ ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യവും ത്രിപുരയിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് അക്രമ സംഭവങ്ങളും ഈ ത്രിപുരയിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും നടക്കുകയും ചെയ്തു. അതായത് വോട്ടർമാരെ പരിശോധിക്കുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ സിപിഎമ്മിന്റെ വോട്ടർമാരെ എല്ലാം തന്നെ മർദ്ദിച്ച് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യവും ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ യെച്ചൂരി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ, ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ പറയുന്നത് പല ബൂത്തുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല, ഇവിടെ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഈ ബൂത്തുകളിൽ അരങ്ങേറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായ 464 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്ന് ഇപ്പോൾ യെച്ചൂരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടപ്പോൾ ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ബൂത്തുകളിലും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണം. CRPF അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സുരക്ഷകൾ എല്ലാ ബൂത്തിലും ഉറപ്പാക്കണമെന്നും അതുപോലെ തന്നെ CCTV ക്യാമറകൾ എല്ലാ ബൂത്തുകളിലും സ്ഥാപിക്കണമെന്നും ഇപ്പോൾ യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ നടന്ന പോലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ക്രമക്കേടുകളും ഇനി വരുന്ന രണ്ടാം ഘട്ടത്തിൽ നടക്കരുത്. അതിനുള്ള ഒരു ഉറപ്പും അതിനുള്ള സംരക്ഷണയും എല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ നീങ്ങിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള വസ്തുത കൂടി ഇപ്പോൾ സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധരിപ്പിച്ചിരിക്കുകയാണ്. നസ്യ, ത്രിപുര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി സിപിഐഎം രംഗത്തെത്തിയിരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും വിഷ്ണു നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മതവിദ്വേഷ പരാമർശത്തിൽ യോഗി ആദിത്യനാഥിനും മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. 3 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കരുതെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. സുപ്രീംകോടതിയിൽ രൂക്ഷ വിമർശനമാണ് ഇതേ തുടർന്നുണ്ടായത്. ഉപദേശങ്ങളും മുന്നറിയിപ്പും വിട്ട് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJP പ്രചാരണ റാലിയിൽ ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ബജറംഗ് ബലി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിന് 72 മണിക്കൂറിലേക്ക് കമ്മീഷൻ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മീററ്റിൽ നടന്ന പ്രചാരണ റാലിയിലാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് യോഗി ആദിത്യനാഥിന്റെ വിദ്വേഷ പരാമർശം. ഭരണഘടന ഉറപ്പു നൽകുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കഴിഞ്ഞില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. നാളെ രാവിലെ 6 മണി മുതൽ തെരഞ്ഞെടുപ്പ് വിലക്ക് പ്രാബല്യത്തിലാകും.
3 ദിവസത്തേക്ക് പൊതുസമ്മേളനങ്ങൾ, റോഡ് ഷോകൾ, മാധ്യമ അഭിമുഖങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണമൊന്നും യോഗി ആദിത്യനാഥ് നടത്താൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. BSP അധ്യക്ഷ മായാവതിക്ക് 2 ദിവസത്തേക്കാണ് പ്രചാരണ വിലക്ക്. 1ാം ഘട്ട വോട്ടിംഗിന്റെ അവസാന പ്രചാരണ ദിവസമായ 9-ാം തീയതി UP-യിലെ സഹാറൻപൂരിൽ BSP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയ വോട്ടഭ്യർത്ഥനയിലാണ് മായാവതി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയത്. മുസ്ലിങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യരുതെന്നായിരുന്നു മായാവതിയുടെ പരാമർശം. മതം തിരിച്ച് മായാവതി നടത്തിയ പ്രസംഗം സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പോലും ലംഘിക്കുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇതാദ്യമായാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നേതാക്കൾക്ക് പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തുന്നത്. UP-യിലെ 8 മണ്ഡലങ്ങളടക്കം 2ാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ വന്ന വിലക്ക് BJP-യുടെയും BSP-യുടെയും പ്രചാരണത്തെ ബാധിക്കും. സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ നടപടി. ഇരുവർക്കും ഏർപ്പെടുത്തിയ പ്രചാരണ വിലക്ക് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വന്തം അധികാര പരിധിയെക്കുറിച്ച് ബോധ്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് നാളെ തന്നെ വിശദീകരണം നൽകാനും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതിനിടെ കോടതിയലക്ഷ്യ ഹർജികൾ വിശദീകരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗത പുലർത്തുന്നുവെന്ന വിമർശനം ശക്തമാകവെയാണ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയും രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ സസൂക്ഷ്മം പരിശോധിക്കുന്നതിനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതി രൂപീകരിക്കണമെന്ന ഹർജി പരിഗണിക്കവേ ആദിത്യനാഥ്, മായാവതി തുടങ്ങിയ നേതാക്കൾ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിച്ചതിൽ എന്ത് നടപടിയുണ്ടായെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആരാഞ്ഞു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേയുള്ളൂ. ഇത്തരം പ്രസംഗത്തിന്റെ പേരിൽ ആരെയും അയോഗ്യനാക്കാൻ അധികാരമില്ലെന്നുമായിരുന്നു കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തി വരാഞ്ഞതോടെയാണ് സ്വന്തം അധികാരപരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം. തൊട്ടു പിന്നാലെ കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് വിശദമായ പരിശോധന വേണമെന്നും നാളെ തന്നെ കമ്മീഷൻ പ്രതിനിധി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ഭരണഘടനയുടെ 324-ാം വകുപ്പ് പ്രകാരം കമ്മീഷന്റെ അധികാരപരിധി വിശാലമാണെന്ന് ഹർജിക്കാരും വാദിച്ചു. അതേസമയം കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി. 23-ന് കേസ് വീണ്ടും പരിഗണിക്കും മുൻപായി വിശദീകരണം നൽകണം. റഫാലിൽ പിന്നീട് പുറത്തുവന്ന രേഖകൾ പരിഗണിക്കണമോ എന്ന് മാത്രമാണ് പരിശോധിച്ചത്. കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീം കോടതിയും വിശദീകരിച്ചു. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പദത്തിന് യെദ്യൂരപ്പ കോഴ നൽകിയതിന്റെ യഥാർത്ഥ ഡയറിക്കുറിപ്പ് പുറത്ത്. കോൺഗ്രസ് ആണ് ഡയറിക്കുറിപ്പ് പുറത്തുവിട്ടത്. BJP നേതൃത്വത്തിന് 1800 കോടി രൂപ കോഴ നൽകിയതിന്റെ കണക്കാണ് ഡയറിക്കുറിപ്പിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2008 മെയ് മുതൽ 2011 മെയ് വരെ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയുടെ കർണാടക നിയമസഭയുടെ ഔദ്യോഗിക ഡയറിയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഡയറിയിൽ കന്നഡ ഭാഷയിൽ സ്വന്തം കൈപ്പടയിലാണ് യെദ്യൂരപ്പ കോഴ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പദത്തിനായി BJP ദേശീയ നേതൃത്വത്തിന് കോഴ നൽകിയെന്നാണ് ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യെദ്യൂരപ്പയ്ക്കും ഡയറിയിൽ പറയുന്ന നേതാക്കൾക്കും എതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. केस में जांच होनी चाहिए और क्योंकि आज लोकपाल का गठन हो गया है तो लोकपाल की पहली जांच यही होनी चाहिए और प्रधानमंत्री जी से सवाल पूछने चाहिए, इनके मंत्रियों से सवाल पूछने चाहिए और पूरी तरह से इन्वेस्टिगेशन होनी चाहिए. ഗഡ്കരി, ജെയ്റ്റ്ലി എന്നിവർക്ക് 150 കോടി വീതവും രാജ്നാഥ് സിംഗിന് 100 കോടിയും അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി വീതവും BJP കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടിയും ജഡ്ജിമാർക്ക് 250 കോടിയും നൽകിയെന്നാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പേജിന് താഴെയും യെദ്യൂരപ്പയുടെ കയ്യൊപ്പുമുണ്ട്. 2017 മുതൽ ആദായ നികുതി വകുപ്പിന്റെ കൈവശം ഇതിന്റെ പകർപ്പുണ്ട്. എന്നാൽ നടപടി സ്വീകരിക്കാത്തതിന് യഥാർത്ഥ ഡയറി കണ്ടെത്താനായില്ല എന്ന വിശദീകരണമാണ് പ്രത്യക്ഷ നികുതി ബോർഡ് നൽകിയിരുന്നത്. നേരത്തെ ഡയറിയുടെ പകർപ്പും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ഇതോടെ കർണാടക തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ BJP കൂടുതൽ പ്രതിരോധത്തിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ശബരിമല വിഷയത്തെക്കുറിച്ച് കേരളത്തിലുള്ളവർക്ക് അറിയാമെന്നതിനാലാണ് സംസ്ഥാനത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമ സത്പ്രവൃത്തിയായി കാണിക്കുന്നവരാണ് സംഘപരിവാറുകാർ. ശബരിമലയിൽ ഭക്തരെ തടഞ്ഞതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾ RSS സത്പ്രവൃത്തിയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു.
ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കാട്ടാക്കടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് വർഗീയതയിലൂടെ കരുത്തു വർദ്ധിപ്പിക്കുകയാണ് RSS. കോൺഗ്രസിനാകട്ടെ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനാണ് ഇഷ്ടം. നിലവിൽ BJPയിലുള്ളത് കോൺഗ്രസുകാർ തന്നെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെപ്പറ്റി മറ്റിടങ്ങളിൽ തെറ്റായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നത്. ശബരിമല വിഷയത്തിൽ കേസുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് സർക്കാരിനെ പഴിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കേരളത്തിലുള്ളവർക്ക് അറിയാമെന്നതിനാലാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പറയാതെ സംസ്ഥാനത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നതെന്നും തെറ്റു ചെയ്താൽ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ഇത് കേരളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെയും ആയിക്കൂടാന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാകുക. അതിന് ഇവിടുന്ന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇത് കേരളമാണ്. കേരളത്തിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനികളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് അക്രമ പ്രവർത്തനമോ ഗൂണ്ടാപ്രവർത്തനമോ നടത്തിയാൽ അതെല്ലാം സൽപ്രവൃത്തിയായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ചെലവാകില്ല. രാജ്യത്തിന്റെ പരമോന്നത കോടതി പറയുന്നത് ഏതൊരു സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയൂ. ശബരിമലയിൽ വേണ്ട വികസനത്തിനായുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചുവെന്നും ശബരിമലയിലെ അക്രമത്തിലൂടെ കലാപമുണ്ടാക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന് കേന്ദ്രവും വിവിധ ഏജൻസികളും വിലയിരുത്തിയ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയും എന്ന പ്രകാശ് കാരാട്ട്. ഇടത് പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റു മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനവും BJPയെ കടന്നാക്രമിച്ചുമാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത് തന്റെ പര്യടനം ആരംഭിച്ചത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മോദി സർക്കാരിനെ പുറത്താക്കണം. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കും. BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയാണെന്ന് കാരാട്ട് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടി is not playing a constructive role today. It is actually hampering the secular unity of the secular democratic forces in the fight against the BJP. The Congress party cannot be relied upon because it has a record of compromising with the BJP and the communal forces, of making opportunistic deals with the very communal forces whom it proclaims that it is fighting. We have seen how time and again they have compromised and colluded with these forces. That is happening here, I'm sure, in Thiruvananthapuram also, constituency. വലിയ ആവേശത്തോടെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കാരാട്ടിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. വിഷുദിനത്തിന്റെ ആലസ്യത്തിലും വലിയ ജനക്കൂട്ടമാണ് കാരാട്ടിനെ കേൾക്കാനെത്തിയത്. LDF നേതാക്കളായ M. വിജയകുമാർ, പ്രകാശ് ബാബു, പിരപ്പൻകോട് മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതവികാരം വ്രണപ്പെടുത്തിയ പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങൾ പാടില്ലെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. പ്രത്യക്ഷമായോ പരോക്ഷമായോ മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. പരാതിക്കിടയാക്കിയ പരാമർശം ആവർത്തിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. വിവാദ പ്രസംഗത്തിന്റെയും വീഡിയോയും പ്രേമചന്ദ്രന്റെ വിശദീകരണവും പരിശോധിച്ച് ശേഷമാണ് കമ്മീഷന്റെ നടപടി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രേമചന്ദ്രൻ മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശം നടത്തിയത്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. ഉത്തർപ്രദേശിലെ 8 സീറ്റുകൾ BJPയും SP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക. മായാവതിക്ക് നിർണായകമാണ് ഈ 8 മണ്ഡലങ്ങളും. അതേസമയം മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചന. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു ദിവസം മാത്രം. 97 സീറ്റുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ബുലന്ദ്ഷഹർ, ഫത്തേപൂർ സിക്രി, ഹത്രസ് തുടങ്ങിയ 8 സീറ്റുകളും മായാവതിക്കുള്ള പരീക്ഷണം കൂടിയാണ്. BSP, SP, RLD സഖ്യം BJPക്കെതിരെ മത്സരിക്കുന്ന 8 മണ്ഡലങ്ങളിൽ നഗിന, ബുലന്ദ്ഷഹർ, ഹത്രസ്, ആഗ്ര എന്നിവ റിസർവേഷൻ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ BJPയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അംറോഹ, ആലിഗഡ്, മധുര, ഫത്തേപൂർ സിക്രി എന്നീ സീറ്റുകളിൽ BJPയും BSPയും തമ്മിലാണ് പോരാട്ടം നടക്കുക.
ദളിത്, ജാട്ട്, ഗുജ്ജർ, മുസ്ലിം വിഭാഗങ്ങളാണ് ഈ മേഖലകളിൽ 50%. 2014 BJP നേടിയതാണ് 8 സീറ്റുകളും. എന്നാൽ ഇത്തവണ മഹാസഖ്യം BJPക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. മുസ്ലിം ദളിത് വോട്ടുകൾ തന്നെയാണ് BJPയുടെയും ലക്ഷ്യം. എന്നാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ മഹാസഖ്യമാണ് മുന്നിൽ നിൽക്കുന്നതും. BJPയുടെ വർഗീയ പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. മഹാരാഷ്ട്രയിലെ 10 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. UPAയും NDAയും തമ്മിൽ നേർക്കുനേരുള്ള മത്സരമാണ് മഹാരാഷ്ട്രയിൽ. പ്രധാനമായും മത്സരം നടക്കുക നന്ദേഡ്, ലാത്തൂർ, സോലാപൂർ, ബീഡ് എന്നീ മണ്ഡലങ്ങളിലാണ്. ന്യൂനപക്ഷ വോട്ടുകളിലും ദളിത് വോട്ടുകളിലുമാണ് കോൺഗ്രസ് NCP സഖ്യം കണ്ണുവയ്ക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചനകൾ. 2014 വിപരീതമായി AIDMK വലിയ തകർച്ച നേരിടുകയും ചെയ്യും. TTV ദിനകരന്റെ പാർട്ടിയിലേക്കുള്ള വോട്ട് ചോർച്ചയാണ് AIDMK നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ തരംതിരിക്കൽ പൂർത്തിയായി. തരംതിരിക്കലിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട കമ്പ്യൂട്ടർവൽക്കരണ തരംതിരിക്കലാണ് പത്തനംതിട്ടയിൽ പൂർത്തിയായത്. ജില്ലാ കളക്ടർ PB നൂഹിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിലായിരുന്നു തരംതിരിക്കൽ നടന്നത്. EVM മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് തരംതിരിക്കൽ നടത്തിയത്. തരംതിരിക്കലിന് ശേഷം ബൂത്തുകളിലേക്കുള്ള മെഷീനുകളുടെ പട്ടിക ജില്ലാ കളക്ടർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ സഹദീപ് ദാസ് IAS, തിരുവല്ല സബ് കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ, ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ്, EROമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ജീവിതം തിരികെ നൽകിയ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് 100ഓളം കുടുംബങ്ങൾ. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജന് വേണ്ടിയാണ് അവർ വോട്ടർമാരെ കാണുന്നത്. IRPC ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ നിന്നും ജീവിതം തിരിച്ചുപിടിച്ചവരും കുടുംബാംഗങ്ങളുമാണ് രാഷ്ട്രീയം മറന്ന് P ജയരാജന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയത്. കടലോളം സ്നേഹവും കരുതലുമാണ് IRPC എന്ന സാന്ത്വന പ്രസ്ഥാനം. ഇതിന്റെ അമരക്കാരൻ P ജയരാജൻ മുൻകൈയെടുത്ത് ആരംഭിച്ച IRPC ലഹരി വിമുക്ത കേന്ദ്രം ഇന്ന് 100 കണക്കിന് കുടുംബങ്ങളെ കണ്ണീർ കയത്തിൽ നിന്നും ആശ്വാസ തീരത്തേക്ക് അടുപ്പിച്ചു കഴിഞ്ഞു. P ജയരാജന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഒത്തുകൂടിയ അവരുടെ വാക്കുകൾ തന്നെ കേൾക്കുക. ഇപ്പം ജീവിതത്തിൽ ഭക്ഷണം കിട്ടാൻ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എല്ലാവരും സ്നേഹിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറോടും IRPCക്കാരോടും നന്ദി പറയും. നല്ലൊരു ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. IRPCയിൽ 24 ദിവസം താമസിച്ചു. ഇപ്പം 2.5 മാസമായിട്ട് എൻ്റെ വീട്ടിൽ വളരെ സമാധാനമായി കുടുംബം പോകുന്നു. ആൾക്കാർ അസൂയപ്പെടുന്ന രീതിയിലാണ് ഇപ്പം ജീവിക്കുന്നത്. പല കുടുംബങ്ങളിൽ നിന്നെത്തി ഒരു കുടുംബമായവരാണ് ഇവർ. ഈ കൂടിയവരിൽ കോൺഗ്രസുകാരും BJPക്കാരും CPIMകാരും രാഷ്ട്രീയം ഇല്ലാത്തവരും എല്ലാമുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കൊടിയുടെ നിറം നോക്കാതെ അവർ പ്രചരണം നടത്തുകയാണ്. ജീവിതത്തിന് നിറം പകർന്ന P ജയരാജന് വേണ്ടി. എൻ്റെ പിന്നിൽ കാണുന്നവരെല്ലാം ഒരേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാം ഒറ്റ മനസ്സായി ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയാണ്. ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ പ്രിയ നേതാവിന്റെ വലിയ വിജയത്തിനായി. തലശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ കരട് വികസന രേഖ പ്രകാശനം ചെയ്തു. ഞങ്ങൾക്കൊപ്പം രാജീവ് ഉണ്ടായിരുന്നു എന്ന പേരിൽ P രാജീവ് നടപ്പിലാക്കിയ പദ്ധതികളിൽ പങ്കാളികളായവരുടെ ചർച്ചയും ചടങ്ങിൽ സംഘടിപ്പിച്ചു. എറണാകുളത്തിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കരട് രേഖ MA ബേബിയാണ് പ്രകാശനം ചെയ്തത്. പൊതുസമൂഹം മുന്നോട്ട് വെച്ച വികസന പ്രതീക്ഷകളെക്കുറിച്ച് അവലോകനം നടത്തിയാണ് ഭാവി എറണാകുളത്തിന്റെ വികസനത്തിന്റെ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ച് നാടിനെ മുന്നോട്ട് നയിക്കുന്ന പദ്ധതികളാണ് ചടങ്ങിൽ രാജീവ് പരിചയപ്പെടുത്തിയത്. താൻ രാജ്യസഭാംഗമായിരിക്കെ ഡോക്ടർമാർ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങി എല്ലാവരും നാടിന്റെ വികസനത്തിനായി കൈകോർത്തുവെന്നും രാജീവ് ഓർക്കുന്നു. രാജീവ് വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി തങ്ങൾ ഇവിടെ എത്തിയത് സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ രാജീവ് സജീവമായി നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ബന്ധമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതിന് നല്ല വിഭാഗം ആളുകൾ, ഡോക്ടർമാരും എല്ലാം.
ഞങ്ങളൊക്കെ ഇവിടെ വരാനും അങ്ങയോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുവാനുമുള്ള ഒരു കാരണം തന്നെ നിങ്ങളുടെ വളരെ ആർഡന്റ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങളും എല്ലാ തുറയിലുമുള്ള വ്യക്തികൾ, അത് നേരത്തെ ചുമട്ടുതൊഴിലാളികളുടെ കാര്യം പറഞ്ഞ അവിടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് വീക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ഒരു മികച്ച പാർലമെന്റേറിയൻ. ഇതിനു മുമ്പും അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതൊക്കെയാണ് എല്ലാ തുറയിലുള്ള വ്യക്തികളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. രാജീവിന്റെ സ്വപ്ന പദ്ധതികളിൽ കൂടെയുണ്ടായിരുന്നവരെല്ലാം അനുഭവങ്ങൾ പങ്കുവെക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ആലുവയിലെ 20-ലധികം ഡയാലിസിസ് യൂണിറ്റുകൾ, അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ജനറൽ ആശുപത്രി തുടങ്ങിയ നേട്ടങ്ങളിലേക്ക് എറണാകുളം എത്തിയതിനു പിന്നിലെ കഥകളും ചർച്ചയിൽ രാജീവ് പങ്കുവച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനിയും പ്രമുഖ നേതാക്കളാരും എത്തിയിട്ടില്ല. പൊതുപ്രചാരണം അവസാനിക്കാൻ ശേഷിക്കുന്നത് ഇനി ഒരാഴ്ച മാത്രമാണ്. പ്രചരണ രംഗത്ത് മണ്ഡലത്തിൽ BJP മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണെന്നും ശ്രദ്ധേയമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF, UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കൾ ഇതിനകം എത്തിയെങ്കിലും NDAയ്ക്കു വേണ്ടി ഇതുവരെ ഒരു നേതാവും പ്രചാരണത്തിനെത്തിയില്ല. ആകെ നടക്കുന്നത് NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിന്റെ പൊതുസ്വീകരണ പരിപാടികൾ മാത്രം. BJP സംസ്ഥാന സമിതി അംഗം കൂടിയാണ് സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ. മുൻകാലങ്ങളിൽ BJP പ്രചാരണത്തിന് മുൻതൂക്കം നൽകുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ്. അപ്പോൾ കണ്ടിരുന്ന ആവേശവും ഇത്തവണ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കാണാനാകുന്നില്ല. കാസർഗോഡ്, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കാര്യമായ പ്രചാരണ പ്രവർത്തനം നടക്കുന്നത്. ഇത്തരമൊരു സ്ഥിതിവിശേഷം തങ്ങൾക്ക് നേട്ടമാകുമെന്ന് UDF കരുതുന്നു. LDFിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S രാമചന്ദ്രൻപിള്ള, MA ബേബി, സുഭാഷിണി അലി, CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ എന്നിവർ ഇതിനകം പ്രചാരണം നടത്തി. സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടും കോടിയേരി ബാലകൃഷ്ണനും പ്രചാരണത്തിലെത്തുന്നുണ്ട്. ഈ മാസം 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കാസർകോട്ട് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കും. UDFിനു വേണ്ടി AK ആന്റണി, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഹൈദരാലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പ്രചാരണത്തിനെത്തിയിരുന്നു. മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് LDFിന് തന്നെയാണ് ആധിപത്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമൂഹമാധ്യമ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് സ്റ്റേ ചെയ്ത മദ്രാസ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. കേസ് 22-ാം തീയതി പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കേസ് നാളെ വീണ്ടും മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിനാണ് 22-ാം തീയതി പരിഗണിക്കാനുള്ള തീരുമാനം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് തുലാഭാരം നടത്തുന്നതിനിടെ ത്രാസ് പൊട്ടിവീണ് പരിക്ക്. ഗാന്ധാരിയമ്മൻ കോവിലിലാണ് അപകടമുണ്ടായത്. തലയിൽ മുറിവേറ്റ തരൂരിനെ ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയിൽ 6 സ്റ്റിച്ചുകളുണ്ട്. പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി തരൂരിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തരൂരിന്റെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്തെത്തുന്ന രാഹുൽ ഗാന്ധി 16-ന് രാവിലെ പത്തനാപുരത്തും പത്തനംതിട്ടയിലും വൈകുന്നേരം ആലപ്പുഴയിലും തിരുവനന്തപുരത്തും നടക്കുന്ന പൊതുപരിപാടികളിൽ പ്രസംഗിക്കും. 17-ന് രാവിലെ 7:30-ന് കണ്ണൂരിൽ വെച്ച് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി പോകുന്ന രാഹുൽ രാവിലെ ബത്തേരിയിലും തിരുവമ്പാടിയിലും വൈകുന്നേരം വണ്ടൂരും തൃത്താലയിലും നടക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങും. തേവര സർക്കാർ അഗതി മന്ദിരത്തിലെ അന്തോവാസികൾക്കൊപ്പമായിരുന്നു എറണാകുളം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി P രാജീവിന്റെ വിഷു ആഘോഷം. അന്തോവാസികൾക്കൊപ്പം വിഷുസദ്യയും കഴിച്ചാണ് രാജീവ് മടങ്ങിയത്. മാളയിലെ കുടുംബ വീട്ടിലെത്തി അല്പസമയം അമ്മയ്ക്കൊപ്പം ചെലവഴിച്ച ശേഷമായിരുന്നു അഗതി മന്ദിരത്തിലെ ഒരുപാട് അമ്മമാർക്കൊപ്പമുള്ള വിഷു ആഘോഷം. രാജീവിന്റെ മൂത്ത സഹോദരൻ മരിച്ചിട്ട് 1 വർഷമാകുന്നതേയുള്ളൂ. അതിനാൽ ഇക്കുറി വിഷുവിന് ആഘോഷങ്ങളില്ല. മാളയിലെ വീട്ടിലെത്തി കുറച്ചു സമയം അമ്മയ്ക്കൊപ്പം ചിലവഴിച്ചു. അതിനുശേഷം നേരെ എത്തിയത് തേവര ഫെറിയിലെ വൃദ്ധസദനത്തിലേക്ക്. അവിടെ ഒരുപാട് അമ്മമാർക്കൊപ്പം വിഷുസദ്യയുണ്ട്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇവരോടൊന്നിച്ചായിരുന്നു. വരുന്ന വഴിക്ക് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ മോഹനോർമ്മ സാർ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു വിഷ് കൈനീട്ടമുണ്ട്. അപ്പോൾ ആ വിഷ് കൈനീട്ടം കിട്ടുകയുണ്ടായി. രാവിലെ നാട്ടിലേക്ക് പോയിരുന്നു. അവിടെ അമ്മയെ കണ്ടിട്ടാണ് വന്നത്. എൻ്റെ ബ്രദർ മരിച്ചതിന് ശേഷമുള്ള ആയതുകൊണ്ട് രാവിലെ അവിടെ പോയി അമ്മയെ കണ്ട് തിരിച്ചിങ്ങോട്ട് വന്നു. വിഷു ആഘോഷിക്കാൻ അതിഥി കൂടിയെത്തിയതോടെ അഗതി മന്ദിരത്തിലെ അമ്മമാർക്ക് വലിയ സന്തോഷം. തൊട്ടും തലോടിയും വാത്സല്യത്തോടെയുള്ള കുശലാന്വേഷണം. തെരഞ്ഞെടുപ്പോ വോട്ടോ ഒന്നും ചർച്ചയായതുമില്ല. എങ്കിലും എല്ലാ ആശംസകളും നേർന്ന് മാതൃതുല്യമായ വാത്സല്യത്തോടെ അവർ അതിഥിയെ യാത്രയാക്കി.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരക്കിട്ട ഷൂട്ടിങ്ങിനിടയിലും നാട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്ന് സിനിമാ താരം വിജയ് സേതുപതി. ജയറാം നായകനാകുന്ന മാർക്കോണി മത്ത എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലാണ് അദ്ദേഹമുള്ളത്. ഷൂട്ടിംഗ് സൈറ്റിൽ സംഘടിപ്പിച്ച വിഷു സദ്യയും അദ്ദേഹം പങ്കെടുത്തു. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ഈ മാസം 18-നാണ് തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സിനിമയും വോട്ടും തമിഴന് ജീവനേക്കാൾ പ്രധാനമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വിജയ് സേതുപതി. തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ആർക്കൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന ചോദ്യത്തിന് തന്റെ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവർക്കായിരിക്കും തന്റെ വോട്ടെന്നായിരുന്നു താരത്തിന്റെ മറുപടി. எனக்கு யாருக்கு ஓட்டு போடணுமோ அவங்களுக்கு ஓட்டு போடுவேன். அதோட தவிர்த்து நான் என்ன சொன்னாலுமே அது வந்து சரியா இருக்கு. அது யாரோ ஒருத்தர் സപ്പോർട്ട് പண்ற മാത്രം നല്ലതാ ഇருக்கு. ജയറാമിനൊപ്പം മാർക്കോണി മത്തായി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് വിജയ് സേതുപതി. താരം സ്വന്തം പേരിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. വിഷുദിനത്തിൽ ലൊക്കേഷനിൽ ഒരുക്കിയ സദ്യയിലും താരം പങ്കെടുത്തു. തന്നെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് വിഷു ആശംസകളും മക്കൾ സെൽവൻ നേർന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിഷു കൈനീട്ടവും പ്രസാദവും വാങ്ങി സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വിഷുദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിലെത്തി. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിലെത്തുന്ന വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. ഇതിനിടെ ക്ഷേത്ര പൂജാരികൾ നൽകുന്ന വിഷു കൈനീട്ടവുമായാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം ആരിഫ് വളരെയധികം തിരക്കിലാണ്. കാര്യം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണല്ലോ. ഇന്ന് വിഷു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ആളുകളെ അദ്ദേഹത്തിന് കാണേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ഇന്നിപ്പം വിഷു അല്ലേ? എന്താണ് പ്രധാന പരിപാടികൾ? രാവിലെ വിഷു ദർശനത്തിനായി വന്നിട്ടുള്ള ആലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയവരെ എല്ലാവരെയും കാണുക. അത് കഴിഞ്ഞ് കായംകുളം ഏവൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവരെ കാണുക, വോട്ടർമാരായിട്ടുള്ള ആൾക്കാരെ കാണുക. അത് കഴിഞ്ഞ് കുറേ വ്യക്തികളെയും കാര്യങ്ങളെയൊക്കെ രാവിലെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് തീരുമാനം. പിന്നെ ഉച്ചയ്ക്ക് കുറേ കല്യാണ പരിപാടികളും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വ്യക്തികളെയൊക്കെ കാണാനായിട്ട് പോകാനുണ്ട്. വിഷുദിനമായി ഇന്ന് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം ആരിഫ് വിഷു ആഘോഷങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലായിരുന്നു ആദ്യം എത്തിയത്. ആലപ്പുഴ നഗരത്തിലെ ഉടുപ്പി ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥി ആദ്യമെത്തി. ക്ഷേത്രത്തിലെ വിഷു കൈനീട്ടവും പ്രസാദവും വാങ്ങാൻ വിശ്വാസികളുടെ നീണ്ട നിരയായിരുന്നു ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ഇതിനിടയിൽ ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിക്ക് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ വിഷു കൈനീട്ടവും പ്രസാദവും വാങ്ങിയാണ് സ്ഥാനാർത്ഥി പിന്നീട് മടങ്ങിയത്. സമീപത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ആരിഫ് എത്തിയിരുന്നു. പിന്നീട് കായംകുളത്തെ ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹം കായംകുളത്തേക്ക് യാത്ര തിരിച്ചു. ഞാൻ അനുകൂലിച്ച് വന്നു. മനോരമ സർവേ അനുകൂലിച്ചാണ് വന്നത്. മറ്റൊന്ന് 2 സർവേകൾ പ്രതികൂലിച്ചാണ് വന്നത്. ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല. 2 അനുകൂലിച്ച് പ്രതികൂലിച്ചും വന്നെടുക്കുന്നത്. നമുക്ക് മുൻപ് MLA ആയിരുന്നപ്പോൾ ഇതുപോലുള്ള സർവേകൾ വന്നിട്ടില്ല. പല സർവേകളും ഞാൻ തോക്കുന്നവരെ പറഞ്ഞു. ജയിക്കുന്ന എനിക്ക് എന്നെ പറ്റി ഓർമ്മയെ പറഞ്ഞായിട്ട് എൻ്റെ അറിയാൻ പാടില്ല. 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച് നല്ല 9 ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോഴും തോക്കുമെന്നും പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ സർവേ കാണുമ്പോൾ എനിക്ക് ഉറപ്പായി ജയം 101% ഉറപ്പായിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. ആരിഫ് അങ്ങനെ വീണ്ടും വിഷു ദിവസവും തൻ്റെ പ്രചരണ പരിപാടികളുമായിട്ട് സജീവമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. ഓസ്ട്രേലിയൻ യുവതിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് 40 മുഴകൾ നീക്കം ചെയ്തു. അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലാണ് 12 സെന്റിമീറ്റർ വലുപ്പം വരെയുള്ള മുഴകൾ നീക്കം ചെയ്തത്. ഡോക്ടർമാരായ ബി പ്രസന്നകുമാരി, എസ് പാപ്പച്ചൻ, ശ്രീലത മാത്യൂസ് ജോൺ, സിറിയക് പാപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി. 2.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലാണ് മുഴകൾ നീക്കം ചെയ്തത്. മുതിർന്ന പത്രപ്രവർത്തകനും മലയാളം ന്യൂസ് കോളമിസ്റ്റും ചന്ദ്രിക പത്രാധിപി സമിതി മുൻ അംഗവുമായ KP കുഞ്ഞുമൂസ നിര്യാതനായി. കോഴിക്കോട് പന്ന്യങ്കര VK കൃഷ്ണമേനോൻ റോഡിലെ മൈത്രിയിലായിരുന്നു അന്ത്യം. തലശ്ശേരി സ്വദേശിയായ കുഞ്ഞുമൂസ ദീർഘകാലമായി കോഴിക്കോടാണ് താമസം. വിരമിക്കുമ്പോൾ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. 1966 ചന്ദ്രിക പത്രാധിപി സമിതിയുടെ ചേർന്ന KP ദിനപത്രത്തിലെ പല തസ്തികകളും ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ലീഗ് ടൈംസ് ഓഫ് ന്യൂസ് എഡിറ്ററായിരുന്നു. KP കുഞ്ഞുമൂസയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയും എന്ന് പ്രകാശ് കാരാട്ട്. ഇടത് പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റു മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനവും BJPയെ കടന്നാക്രമിച്ചുമാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്തെ തന്റെ പര്യടനം ആരംഭിച്ചത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മോദി സർക്കാരിനെ പുറത്താക്കണം. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കും. BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയാണെന്ന് കാരാട്ട് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടി is not playing a constructive role today. It is actually hampering the secular unity of the secular democratic forces in the fight against the BJP. The Congress party cannot be relied upon because it has a record of compromising with the BJP and the communal forces, of making opportunistic deals with the very communal forces whom it proclaims that it is fighting. We have seen how time and again they have compromised and colluded with these forces. That is happening here, I am sure, in Thiruvananthapuram also, constituency. വലിയ ആവേശത്തോടെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കാരാട്ടിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. വിഷുദിനത്തിന്റെ ആലസ്യത്തിലും വലിയ ജനക്കൂട്ടമാണ് കാരാട്ടിനെ കേൾക്കാനെത്തിയത്. LDF നേതാക്കളായ M. വിജയകുമാർ, പ്രകാശ് ബാബു, പിരപ്പൻകോട് മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതവികാരം വ്രണപ്പെടുത്തിയ പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങൾ പാടില്ലെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. പ്രത്യക്ഷമായ പരോക്ഷമായ മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. പരാതിക്ക് ഇടയാക്കിയ പരാമർശം ആവർത്തിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. വിവാദ പ്രസംഗത്തിന്റെ വീഡിയോയും പ്രേമചന്ദ്രന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമാണ് കമ്മീഷന്റെ നടപടി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രേമചന്ദ്രൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ തരംതിരിക്കൽ പൂർത്തിയായി. തരംതിരിക്കലിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ രണ്ടാം ഘട്ട കമ്പ്യൂട്ടർവൽക്കരണ തരംതിരിക്കലാണ് പത്തനംതിട്ടയിൽ പൂർത്തിയായത്. ജില്ലാ കളക്ടർ PB നൂഹിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിലായിരുന്നു തരംതിരിക്കൽ നടന്നത്. EVM മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് തരംതിരിക്കൽ നടത്തിയത്. തരംതിരിക്കലിന് ശേഷം ബൂത്തുകളിലേക്കുള്ള മെഷീനുകളുടെ പട്ടിക ജില്ലാ കളക്ടർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ സഹദേവ് ദാസ് IAS, തിരുവല്ല സബ് കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S. സന്തോഷ് കുമാർ, ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ്, EROമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.